ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതൂസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഞാനൊരു ഒരു 2 വീക്സ് മുൻപായിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൽ ഓട്ടോ ഡബ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഓണായി കിടന്നതുകൊണ്ട് ഞാൻ പറയുന്ന വോയിസ് കേൾക്കാതെ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷാണ് വോയിസ് വന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു ഇതിലൊന്നും മനസ്സിലാവുന്നില്ല, ഒരു വട്ടം കൂടി ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാവോ എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട്, മുടി നന്നായി തഴച്ചു വളരാനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് ഗീതൂസ് ഹെയർ കെയർ എന്ന് പറയുന്നത് ടിപ്സ് ഫോർ യു A to Z എന്ന് പറയുന്ന 2 ചാനലുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് പുതിയതായിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നതാണ്, പഴയ മെമ്പേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു 6 വർഷമായിട്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും, മുടി കൊഴിഞ്ഞു പോയെടുത്ത് 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് 100% നാച്ചുറലാണ്. ഹെയറിലേക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, സ്കിന്നിലേക്കായിട്ട് സ്കിൻ വൈനിങ് ഓയിൽ, സ്കിൻ വൈനിങ് സോപ്പ്, അങ്ങനെ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. 6 വർഷമായിട്ട് ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട്, പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. എല്ലാവരുടെ വീടുകളിലും കറിയിലേക്കൊക്കെ പൊട്ടിക്കാനൊക്കെ ആയിട്ട്, സാമ്പാറിലായാലും മറ്റുള്ള കറികളിലൊക്കെ ആയാലും നമ്മൾ നല്ല സ്മെല്ലിന് ചേർക്കുന്നതാണ് ഉലുവ. എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. അത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനാവട്ടെ, മുടി നന്നായിട്ട് നീളം വയ്ക്കാനാവട്ടെ, ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ വെച്ചിട്ടുള്ള ഏതൊരു ഹെയർ പാക്ക് ചെയ്യുമ്പോഴും തലേ ദിവസം ഉലുവ കുതിർത്ത് വെക്കണം. കാരണം ഇത് നല്ല കട്ടിയുള്ള കല്ല് പോലെയാണ്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ഉലുവ പാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലതരത്തിൽ നമുക്ക് ഉലുവ വെച്ചിട്ട് ഹെയർ ഗ്രോത്ത് പാക്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഉലുവ സെറായിട്ട് ഉപയോഗിക്കാം, ഉലുവ പാക്കായിട്ട് ഉപയോഗിക്കാം, ഉലുവ വെച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞു മക്കൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് ഉലുവ. മുടി കൊഴിച്ചിലിന് മാത്രമല്ല കേട്ടോ, താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട്, അതുപോലെ മുടിയുടെ വളർച്ച മുരടിച്ചു പോയി എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഉലുവ വെച്ചിട്ടുള്ള പാക്കുകൾ കൊണ്ട് പറ്റുന്നതാണ്. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഉലുവ. അധികം വിലയൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. ഞാൻ ഈ ജഗ്ഗിൽ കാണിക്കാൻ കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ്. സ്കിൻ കെയറിനായാലും ഹെയറിലേക്കായാലും കഴിക്കാനായാലും എല്ലാത്തിനും തരുന്നത്. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് വേണം മാക്സിമം എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ തൈരും ഉലുവയും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. സ്കാൾപ്പിൽ ഹെയറിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. തലനീരർക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ്. കുഞ്ഞുമക്കൾക്കൊക്കെ ആകുമ്പോൾ 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട കോൾഡ് വരും. ഇത് ആഴ്ചയിൽ 3-4 വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇത് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ കെമിക്കൽ ഷാമ്പു കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന നാച്ചുറൽ ടിപ്പിൻ്റെ റിസൾട്ട് കുറയും കേട്ടോ. അതേത് പാക്ക് ചെയ്യുമ്പോഴും ഞാൻ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു. ബൈ.